രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് അല്പസമയത്തിനകം മാർച്ച് നടക്കും. അവിടെ നിന്നും ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാൻ, എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസും പാർട്ടിയും കടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് സെക്രട്ടേറിയറ്റ് പരിസരത്തെ ഒരു സാഹചര്യം നിലവിൽ? രജനി, സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് രണ്ടാഴ്ച മുമ്പ് സമാനമായ തരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമ സംഭവങ്ങളുടെ പേരിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിന്റെ കടുത്ത നടപടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകുന്ന പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിലേക്ക് എത്തുക. പോലീസ് നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കൂടുതൽ ഉദ്യോഗസ്ഥരെ സെക്രട്ടേറിയറ്റിന്റെ എല്ലാ കവാടങ്ങളിലേക്കും വിന്യസിച്ചിട്ടുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടിയിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം ഇന്ന് നടത്താനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ആ പശ്ചാത്തലത്തിലാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. ഏതാണ്ട് 1 മണിയോടെയായിരിക്കും മാർച്ച് ഇവിടെ എത്തുക എന്നാണ് വിവരം. പാളയത്ത് നിന്നാണ് മാർച്ച് തുടങ്ങുന്നത് എന്ന വിവരമാണ് നമുക്ക് പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. എന്തായാലും പോലീസ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു. ഇവിടെ സുരക്ഷ കൃത്യമായി തന്നെ ഉറപ്പുവരുത്തണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ തന്നെ ഒരുക്കിയിരിക്കുകയാണ് സിറ്റി പോലീസ്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവിടെ സുരക്ഷ ഒരുക്കുന്നത്. ബാരിക്കേഡുകൾ തീർത്തു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥരെ എയർ ക്യാമ്പിൽ നിന്നടക്കം എത്തിച്ചുകൊണ്ടാണ് മാർച്ചിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പോലീസ് സജ്ജമാക്കിയിരിക്കുന്നത്. പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്ന് വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കൂടുതൽ ജാഗ്രതയോടെയുള്ള സുരക്ഷ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിരിക്കുന്നത് എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടമായി ഇവിടേക്ക് പല സ്ഥലങ്ങളിൽ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് 1 മണിയോടെ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് സമര കവാടത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള മാർച്ച്. ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് മുതിർന്ന ഉദ്യോഗസ്ഥരെത്തി സുരക്ഷ ഒരുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്ന നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1 മണിയോടെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിലേക്ക് എത്തും. അതാണ് സാഹചര്യം. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനം. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് 1 മണിയോടുകൂടി സെക്രട്ടേറിയറ്റിലേക്ക് അവിടേക്ക് എത്തുകയും വലിയ സുരക്ഷ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു ഘട്ടത്തിൽ അവിടെ ഒരുക്കിയിട്ടുണ്ട്.